എല്ലാവർക്കും ശങ്കർ ഐ എസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഈ ടോപ്പിക്കാണ്, എപ്പിഡിലെക്സിയ സ്പൈഡേഴ്സ്. എന്തുകൊണ്ടാണ് നമ്മൾ എപ്പിഡിലെക്സിയ സ്പൈഡേഴ്സിനെ കുറിച്ച് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? കാരണം എപ്പിഡിലെക്സിയ സ്പൈഡേഴ്സ്, എപ്പിഡിലെക്സിയ എന്ന് പറയുന്ന ഒരു ജനസ് ആണ്. ഈ ജനസിൽ പെട്ടിട്ടുള്ള രണ്ട് സ്പൈഡേഴ്സ്, എപ്പിഡിലെക്സിയ ഫാൾസിഫോർമീസ്, എപ്പിഡിലെക്സിയ പളസ്ട്രീസ് എന്ന് പറയുന്ന രണ്ട് സ്പൈഡേഴ്സിനെ നമ്മൾ വെസ്റ്റേൺ ഗട്ട്സിൽ നിന്നും എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ സെന്റർനി അഥവാ ചെങ്കുറിഞ്ഞി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു കണ്ടെത്തൽ ന്യൂസിൽ വന്നിട്ടുള്ളത്? കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് ശാസ്ത്രലോകം വിശ്വസിച്ചിരുന്നത് ഈ ഒരു ജനസിൽ പെട്ടിട്ടുള്ള സ്പൈഡേഴ്സ് ശ്രീലങ്കയിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ദേ ആർ എൻഡമിക് ടു ശ്രീലങ്ക എന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇത് മാറ്റിക്കൊണ്ടാണ് ഈ ഒരു കണ്ടെത്തൽ ഇപ്പോൾ നമ്മൾ ചെങ്കുറിഞ്ഞി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു കണ്ടെത്തലിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പൈഡേഴ്സിന്റെ വ്യാപനത്തെക്കുറിച്ച്, അത് എവിടേക്കാണ് ജീവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരം കണ്ടുപിടുത്തങ്ങൾ നമ്മളെ വീണ്ടും വീണ്ടും വെസ്റ്റേൺ ഗട്ട്സിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്. കാരണം നമുക്കറിയാം, വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത് അത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ധാരാളം ഇല്ലീഗൽ ആയിട്ടുള്ള ഹ്യൂമൻ ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് വളരെയധികം വെസ്റ്റേൺ ഗട്ട്സിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ വെസ്റ്റേൺ ഗട്ട്സിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്. അപ്പം വിതൗട്ട് മച്ച് ഡിലേ നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. അപ്പോൾ എപ്പിഡിലെക്സിയ ഡിസ്കവറി, എപ്പിഡിലെക്സിയ ജനസിൽപ്പെട്ട സ്പൈഡേഴ്സ് നമ്മൾ ഫോർ ദ ഫസ്റ്റ് ടൈം they are recorded in India. നമ്മൾ പ്രീവിയസ്ലി നമ്മൾ വിചാരിച്ചിരുന്നത് they are endemic to Sri Lanka, and ഈ ഇത്തരം കണ്ടുപിടുത്തങ്ങൾ ഇറ്റ് എക്സ്പാൻഡ്സ് ദ ജനസ് റേഞ്ച്. നമ്മൾ എവിടെയൊക്കെ ഇത്തരം ജനസ് കാണാൻ സാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ഇറ്റ്സ് ബയോഡൈവേഴ്സിറ്റി. അതുപോലെ തന്നെ നമ്മൾ എപ്പിഡിലെക്സിയയുടെ ഫിസിക്കൽ ട്രേറ്റ്സിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ദേ ബിലോങ്സ് ടു എ സെയിം ജനസ്, ദാറ്റ് ഈസ് എപ്പിഡിലെക്സിയ. അപ്പോൾ എപ്പിഡിലെക്സിയ ഫാൾസിഫോർമീസും എപ്പിഡിലെക്സിയ പളസ്ട്രീസ് എന്ന് പറയുന്ന രണ്ട് സ്പൈഡേഴ്സും ബിലോങ്സ് ടു ദ സെയിം ജനസ്. അതാണ് എപ്പിഡിലെക്സിയ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ മനുഷ്യരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വി ബിലോങ്സ് ടു ഹോമോ സാപ്പിയൻസ്. പക്ഷെ നമ്മൾ മാത്രമാണ് ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന ഹോമോ ജനസിൽപ്പെട്ട ജീവികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നമുക്ക് മുമ്പും ധാരാളം ഹോമോ ജനസിൽപ്പെട്ട ജീവികൾ ജീവിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഉദാഹരണം ഹോമോ നിയൻഡർതാൽസ്, ഹോമോ ഡെനിസോവിയൻസ്, ഹോമോ ഫ്ലോറൻസൻസ്, ഇങ്ങനെയുള്ള ധാരാളം മനുഷ്യർ ഈ ഭൂമിയിൽ ഒരു കാലത്ത് ജീവിച്ചിരുന്നു. പക്ഷേ പരിണാമത്തിന്റെ പാതയിൽ നമുക്ക് അവരെയൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇവിടെയും ഈ രണ്ട് സ്പൈഡേഴ്സും ദേ ബിലോങ്സ് ടു ദ സെയിം ജനസ്, ദാറ്റ് ഈസ് എപ്പിഡിലെക്സിയ. അപ്പോൾ ഇനി സ്പേഷ്യസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സ്പേഷ്യസ് എന്ന് പറയുമ്പോൾ ഒരു സ്പീഷീസ് എന്ന് പറയുമ്പോൾ പരസ്പരം സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടുകൊണ്ട് അടുത്തൊരു ജനറേഷനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന രണ്ട് ഓർഗാനിസത്തെയാണ് നമ്മൾ ഒരു സെയിം സ്പീഷീസ് എന്ന് പറയുന്നത്. ഈ ഒരു കാര്യത്തിൽ ഈ ഫാൾസിഫോർമീസും പളസ്ട്രീസ് എന്ന് പറയുന്ന രണ്ട് സ്പീഷീസ് ആണ്. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും ഒരു പൊതു പൂർവികനുണ്ട്. ആ ഫാമിലിയാണ് നമ്മൾ എപ്പിഡിലെക്സിയ എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തത് ഫീമെയിൽസിലേക്ക് വരികയാണെങ്കിൽ, ദേ ഹാവ് എ യെല്ലോ ട്രയാങ്കുലർ മാർക്ക് ഓൺ ദെയർ പ്രോസോമ എന്ന് പറയുന്നത് ഇൻവെർട്രബേറ്റ്സ് അല്ലെങ്കിൽ സ്പൈഡേഴ്സിനെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ തലയുടെ മുൻഭാഗത്തെയാണ്, അല്ലെങ്കിൽ അവരുടെ ബോഡിയുടെ മുൻഭാഗത്തെയാണ് നമ്മൾ പ്രോസോമ എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഈ സ്പൈഡറിന്റെ പ്രോസോമ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഇനി നമ്മൾ ഈ ഒരു സ്പൈഡറിനെ എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ജനസിൽപ്പെട്ട സ്പൈഡേഴ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് അഥവാ കോപ്പുലേറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത്. ഇത് മറ്റുള്ള സ്പൈഡേഴ്സിൽ നിന്നും ഇവയെ വ്യത്യസ്തമാക്കും. ഇനി സ്പെസിഫിക് ആയിട്ടുള്ള ട്രേറ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അപ്പിയറൻസിൽ രണ്ടുപേരും വളരെ ഡിഫറെന്റ് ആണ്, ഈവൻ ദോ ദേ ഹാവ് എ സെയിം ഫാമിലി. ഓക്കെ, അപ്പം അതെന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ എപ്പിഡിലെക്സിയ ഫാൾസിഫോർമീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു ബ്രൗൺ അല്ലെങ്കിൽ യെല്ലോ ബ്രൗൺ സ്ട്രിപ്പ് ആയിരിക്കും അവിടുത്തെ ആൺ സ്പൈഡേഴ്സിനുള്ളത്. ഇനിയും എപ്പിഡിലെക്സിയ പളസ്ട്രീസിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ദേ ഹാവ് എ പെയിൽ ബ്രൗൺ ബാൻഡ് ഓൺ ദ സൈഡ് ഓഫ് ദെയർ ബോഡി. അവരുടെ ശരീരത്തിന്റെ രണ്ട് വശങ്ങളിലും അവർക്ക് ഒരു പെയിൽ ബ്രൗൺ ബാൻഡ് നമുക്ക് കാണാൻ സാധിക്കും. അത് മെയിൽ സ്പൈഡേഴ്സിനായിരിക്കും ഉണ്ടാവുക. ഇനി ഫീമെയിൽ സ്പൈഡേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ദേ ഹാവ് എ വൈറ്റ് ഓർബിറ്റൽ സെറ്റ്. അതായത് നമുക്ക് ഈ ചിത്രത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഈ ഒരു സ്പൈഡേഴ്സിന്റെ കണ്ണിന് ചുറ്റുമായിട്ട് നമുക്ക് രോമങ്ങൾ കാണാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ വൈറ്റ് ഓർബിറ്റൽ സെറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് ചെങ്കുറിഞ്ഞി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഓർ സെന്റർനി വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പോൾ ഇതിനെക്കുറിച്ച് ചില ബേസിക് ഫാക്ട്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം UPSCയിൽ എപ്പോഴും വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ബയോസ്ഫിയേഴ്സും നാഷണൽ പാർക്സും ഒക്കെ തന്നെ നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ചെങ്കുറിഞ്ഞി വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇത് കൊല്ലം ഡിസ്ട്രിക്ട് ഇൻ കേരള, കൊല്ലത്താണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് അഗസ്ത്യമലൈ ബയോസ്ഫിയർ റിസർവ് ആൻഡ് ഇറ്റ് ഈസ് അഗസ്ത്യമലൈ ബയോസ്ഫിയർ റിസർവ് യുനെസ്കോ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സൈറ്റ് ആണ്. അതുപോലെ തന്നെ ഈ പേര് ഷെൻഡർനി എന്ന് പറയുന്ന പേര് തന്നെ നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത് ചെങ്കുറിഞ്ഞി എന്ന് പറയുന്ന ഒരു മരത്തിൽ നിന്നാണ്. അതിന്റെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ട ട്രാവൻകോറിക്ക എന്നാണ്. അപ്പം ഈ ഒരു ഈ ചെങ്കുറിഞ്ഞി എന്ന് പറയുന്നത് ഈ ഒരു മേഖലയിൽ മാത്രമേ കാണാറുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ക്ലൈമറ്റ് നോക്കിക്കഴിഞ്ഞാൽ, അത് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, അതുപോലെ തന്നെ
സെമി എവർഗ്രീൻ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാട്ടർ സോഴ്സ് ഈ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കല്ലട റിവർ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാട്ടർ സോഴ്സ്. ഈ കല്ലട റിവർ ഈ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കും വെള്ളം നൽകുന്നുണ്ട്. ഒപ്പം തന്നെ സമീപത്തുള്ള മേഖലയിലേക്കുള്ള ആവശ്യത്തിനായുള്ള വെള്ളവും ഈ കല്ലട റിവർ തന്നെയാണ്. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1984 അണ്ടർ ദി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. സോ ഈ ആക്ടിന്റെ കീഴിൽ 1984 ചെങ്കുറിഞ്ഞി വൈൽഡ് ലൈഫ് സാങ്ച്വറി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചെങ്കുറിഞ്ഞി വൈൽഡ് ലൈഫ് സാങ്ച്വറി മറ്റ് നാഷണൽ ലെവലിലുള്ള കൺസർവേഷൻ പ്രോജക്റ്റുകളെയൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പ്രോജക്റ്റ് ടൈഗർ, അതുപോലെ തന്നെ പ്രോജക്റ്റ് എലിഫന്റ് പോലെയുള്ള പ്രോജക്റ്റുകളുടെയൊക്കെ തന്നെ ഭാഗമാണ് ഈ ചെങ്കുറിഞ്ഞി വൈൽഡ് ലൈഫ് സാങ്ച്വറി. അതുപോലെ തന്നെ ഇനി ഇവിടെയുള്ള ഫ്ലോറ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലോറ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ധാരാളം മെഡിസിനൽ ഇമ്പോർട്ടൻസ് ഉള്ള പ്ലാന്റ്സ് ഉണ്ട്. അതിൽ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടത് മൈരിസ്റ്റിക്ക സ്വാമ്പ് ആണ്. സോ മൈരിസ്റ്റിക്ക സ്വാമ്പ് എന്ന് പറയുന്നത് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കോസിസ്റ്റം റോളും ഉണ്ട്. അതേപോലെ തന്നെ ഇത് മെഡിസിനൽ പർപ്പസും ഈ ഒരു സ്വാമ്പിനുണ്ട്. ഫോർ എക്സാമ്പിൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ്, ആൻറ്റി അൾസർ മെഡിസിൻസ് ഒക്കെ തന്നെ ഉണ്ടാക്കാൻ ഈ ഒരു മൈരിസ്റ്റിക്ക സ്വാമ്പ് ഉപയോഗിക്കും. അതുപോലെ തന്നെ കാർബൺ സീക്വസ്ട്രേഷൻ, ഗ്രൗണ്ട് വാട്ടർ റീചാർജ് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ഈ ഒരു അതിലൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ഈ ഒരു സ്വാമ്പ് സിസ്റ്റം പ്ലേ ചെയ്യുന്നുണ്ട്. ഇനിയും മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോറ എന്ന് പറയുന്നത് മെർസുവ ഫെറ അഥവാ അയൺവുഡ് ട്രീ ആണ്. അതുപോലെ തന്നെ ഹോപ്പ പർവി ഫ്ലോറയാണ് മറ്റൊരു ഫ്ലോറ നമുക്ക് ഈ ഒരു വൈൽഡ് ലൈഫ് സെഞ്ചുറിയിൽ കാണാൻ കഴിയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേർഡ്സിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ മലബാർ ഗ്രേ ഹോൺബിൽ, ഇറ്റ് ഈസ് എൻഡമിക്, ഇത് ഇവിടെ മാത്രമേ കാണാറുള്ളൂ. ഓക്കെ, ഈ ചെങ്കുറിഞ്ഞി വൈൽഡ് ലൈഫ് സെഞ്ചുറിയിൽ കണ്ടുവരുന്ന ഒരു ജീവിയാണ്. അതുപോലെ തന്നെ മറ്റൊരു ജീവിയാണ് ശ്രീലങ്കൻ ഫ്രോഗ് മൗത്ത്. ഓക്കെ, ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശ്രീലങ്കൻ ഫ്രോഗ് മൗത്തിനെ. ആൻഡ് ഇറ്റ് ഈസ് എ നക്ടേണൽ ആനിമൽ. രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി ആഹാരം അന്വേഷിക്കുകയും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളിലുമൊക്കെ ഏർപ്പെടുന്ന ഒരു ജീവിയാണ് ഈ ശ്രീലങ്കൻ ഫ്രോഗ് മൗത്ത്. അപ്പോൾ നമുക്ക് ഈ പേര് ശ്രീലങ്കൻ ഫ്രോഗ് മൗത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ശ്രീലങ്കയിൽ മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട്. മേ ബി UPSC ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ശ്രീലങ്കൻ ഫ്രോഗ് മൗത്ത് ഈസ് എൻഡമിക് ടു ശ്രീലങ്ക. നോ, ആക്ച്വലി ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഇന്ത്യ ഓൾസോ. സോ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. സോ പേര് കൊണ്ട് കൺഫ്യൂസ് ആയി പോകരുത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു ഫോണ എന്ന് പറയുന്നത് റെപ്റ്റൈൽസ് ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് മലബാർ പിറ്റ് വൈപ്പർ അഥവാ ഇതിന്റെ ഒരു ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ക്രാസ്പെഡോസെഫാലസ് മലബാരിക്കസ് എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. അപ്പോൾ ഇതും ഒരു നെക്ടേണൽ ആനിമൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ പുറത്ത് ഇറങ്ങി ഇര പിടിക്കുകയും ആഹാരം തേടുകയൊക്കെ തന്നെ ചെയ്യുന്ന ഒരു ജീവിയാണ്. പക്ഷെ മഴക്കാലത്ത് ഈ ജീവി രാത്രി മാത്രമല്ല രാവിലെയും പുറത്തു വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് എപ്പിഡിലെക്സിയ സ്പൈഡേഴ്സിനെ കുറിച്ചും ചെങ്കുറിഞ്ഞി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സിനെ കുറിച്ചാണ്. സോ അതനുസരിച്ച് ഈ ഒരു പ്രിലിംസ് ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റേറ്റ്മെന്റ് 1, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് എപ്പിഡിലെക്സിയ ഫാൽസിഫർമീസ് ആൻഡ് എപ്പിഡിലെക്സിയ പലസ്ട്രീസ് ആർ ന്യൂലി ഡിസ്കവേർഡ് സ്പീഷീസ് ഓഫ് ജമ്പിംഗ് സ്പൈഡേഴ്സ് ഇൻ ഇന്ത്യ, മാർക്കിംഗ് ദ ഫസ്റ്റ് റെക്കോർഡ് ഓഫ് ദ ജെനസ് എപ്പിഡിലെക്സിയ ഔട്ട്സൈഡ് ശ്രീലങ്ക. ഈ സ്റ്റേറ്റ്മെന്റ് വളരെ ശരിയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരികയാണെങ്കിൽ ഷെൻഡർണി വൈൽഡ് ലൈഫ് സാങ്ച്വറി ലൊക്കേറ്റഡ് ഇൻ കേരള ഇസ് എ പാർട്ട് ഓഫ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആൻഡ് ഇസ് നോൺ ഫോർ ഇറ്റ്സ് മൈരിസ്റ്റിക്ക സ്വാമ്പ് ഫോറസ്റ്റ്. ഈ സ്റ്റേറ്റ്മെന്റിൽ 80% കറക്റ്റ് ആണ്. ഒരേ ഒരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീലഗിരി ബയോസ്ഫിയർ അല്ല, അഗസ്ത്യമല ബയോസ്ഫിയറിന്റെ പാർട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എൻറ്റയർലി റോങ് ആണ്. അപ്പോൾ വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ഗിവൻ എബോവ് ഈസ് ഓർ ആർ കറക്റ്റ്? നമുക്കറിയാം ഓപ്ഷൻ എ 1 only ആണ് കറക്റ്റ്. ഈ വീഡിയോയിലെ ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അതുവരെയ്ക്കും നന്ദി.